ഹലോ, എല്ലാവരും സുഖായിരിക്കുന്നോ? ഇന്ന് നമ്മുടെ ഒരു ചെറിയ ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഈ സ്ഥലം മിക്കവർക്കും മനസ്സിലായി കാണും. തിരുവനന്തപുരത്തുള്ളവർക്ക് പ്രത്യേകം മനസ്സിലായി കാണും. ട്രിവാൻഡ്രം സൂ ആണ്. മകൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനിവിടെ വരണമെന്ന്. അവന് ട്രെയിനിന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കായംകുളത്തു നിന്നാണ്. എൻ്റെ പേര് രമ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് വിഷ്ണു, എൻ്റെ 2 മക്കൾ ത്രിലോകും ത്രിദേവും. അപ്പോൾ ഇവിടെ ഒരിക്കലെങ്കിലും നമ്മൾ കേരളത്തിലുള്ളവർ മസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല എൻജോയ്മെൻ്റ് ആണ്, നല്ല വൈബാണ്, നല്ല ക്ലൈമറ്റ് ആണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ ടൈം പോകുന്നതേ നമുക്കറിയില്ല. നമുക്കവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. മൃഗങ്ങളെ കാണാം, അതുങ്ങളുടെ ജീവിത രീതികളൊക്കെ കാണാം, അവരെ സംരക്ഷിക്കുന്ന രീതികൾ കാണാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ ഒരു പ്ലേ ഏരിയ ഉണ്ട്. നമുക്ക് സ്നാക്കിങ് ചെയ്യാനും നമുക്കവിടെ ഇരുന്ന് കുറേ നേരം ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ കായംകുളത്തുനിന്ന് ഇന്റർസിറ്റിയിലാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ഓട്ടോ ടാക്സി റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് തന്നെയുണ്ട്. ടാക്സി ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ ചേട്ടന്മാർ നമ്മുടെ കയ്യിൽ നല്ല കത്തി റേറ്റ് വാങ്ങും. ഇങ്ങനെ ബുക്ക് ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 66 രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോഫിക്കുട്ടൻ നമ്മളെക്കാളും മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. അവന് ഭയങ്കര സങ്കടമായിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നത്. ഇവനെ അകത്താക്കി ഡോറൊക്കെ അടച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങാണ്. 7:15 ആയിട്ടുണ്ട്. നമുക്ക് 7:30ക്കാണ് ട്രെയിൻ. 7:45 ടൈം കാണിക്കുന്നത്. അപ്പം വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. നമുക്ക് ട്രെയിനൊക്കെ പെട്ടെന്ന് കിട്ടി. നമ്മൾ ഒരു ട്രിവാൻഡ്രത്തൊരു 9:45 വന്നു. ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അകത്തേക്ക് കയറാണ്. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ അകം. ഇതെല്ലാം നല്ല ചെടികളും എല്ലാം വെച്ച് നല്ല സൂപ്പർ ഗാർഡനൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാവടാ. ആദ്യം തന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. ഈ ഡൈനോസോർ അക്വേറിയം ആണ്. അവിടെ നമുക്ക് പിന്നെ കയറാം. നമുക്ക് ആദ്യം സൂല് പോയിട്ട് വരാം. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അവിടെ ടിക്കറ്റിന് പല പല റേറ്റ്സ് ആണ് കേട്ടോ. ഫോറിനേഴ്സിന് വേറെ റേറ്റ് ആണ്, നമ്മൾക്ക് വേറെ റേറ്റ് ആണ്. ഞാനിവിടെ ഒരു ഫാമിലി ഒരു കോംബോയുടെ ഒരു ടിക്കറ്റാണ് എടുത്തത്. 70 രൂപയായിരുന്നു 3 പേർക്കുള്ള. ചെറിയ മോന് വേണ്ടി ടിക്കറ്റ് വേണ്ട കേട്ടോ. ഇതാണ് എൻട്രൻസ്. എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിലേക്ക് കൂടെ കയറിയിട്ട് അപ്പുറത്തോടെ ഇറങ്ങി വരും. അങ്ങനെയാണ്. ഇതിലെ നമ്മുടെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറാം. ഇവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല തണുപ്പാണ്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം ടൗണിൻ്റെ നടുക്കുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇപ്പോൾ ഈ രാവിലെ ഒരു 10 മണി ടൈമിൽ പോലും ഭയങ്കര ചൂടാണ്. പക്ഷേ ഇതിനകത്തേക്ക് കയറുമ്പം ഒരു എന്ത് ഭംഗിയാണ്, എന്തൊരു തണുപ്പാണ്, എന്തൊരു രസമാണെന്നറിയാമോ. നമുക്ക് ആകെ മൊത്തം മനസ്സിനോടൊരു കുളിർമ തോന്നുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. കുറേ പിന്നെ ബേർഡ്സിൻ്റെ സെക്ഷൻ. മങ്കി ഇരിക്കുന്നത് ബുബുവിനെ പോലെ തന്നെയുണ്ട് കാണാൻ. നമ്മുടെ സിംഹവാലൻ കുരങ്ങനെ അടിരിപ്പുണ്ട്. ഇവനാണ് ഇടയ്ക്ക് ഇവിടുന്ന് ചാടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ദേവു മങ്കിയെ കണ്ടോ? ആ എന്താ മങ്കി ബുബു മങ്കിയെ കണ്ടോടാ? മങ്കി കൊള്ളാമോ? ബംഗാൾ കുരങ്ങ എവിടെ കണ്ടോ? ബംഗാൾ കുരങ്ങ ഇതിനൊന്നും അല്ല കണ്ടത്. ദേവിന് ബേർഡ്സിനെയാണ് കാണട്ടെ. ദേവിന് ബേർഡ്സിൻ്റെ ആളാണ് ദേവു. ആ മങ്കിയുടെ പുറകിൽ ജാക്ക് ഫ്രൂട്ട് ഉണ്ടല്ലേ? ആ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. നീ മങ്കി അവിടെ ഇരിക്കും. മങ്കി ജാക്ക് ഫ്രൂട്ട് പറിച്ച് തിന്നോ? ദേവു മങ്കി നീ മങ്കി വിളിച്ചേ. കാക്കയും കോഴിയും വിളിക്കുന്ന പോലെ എല്ലാരെയും വിളിക്കുന്നത്. നോക്ക് അവിടെ എന്താ ഉള്ളേ നോക്ക്. ആ അതേണ്ട അണ്ണൻ. അണ്ണൻ കണ്ടോ? അണ്ണനെ അവിടെ നോക്ക്. അവിടെ നോക്കട അണ്ണൻ. കണ്ടോ? ഇതിനകത്ത് തത്തയുണ്ട്. അവിടെ തത്ത പാരറ്റിനെ കണ്ടോ?
പാരറ്റ് ഉണ്ട്. പിന്നെന്താ? റിയ അമേരിക്കാന. ഇതുണ്ടോ? അയ്യേ, അതിനെ ലൂസ് മോഷനാന്ന് തോന്നുന്നു. വിളിക്കുന്നു. അമ്മ എന്താ നോക്കുവേ? ആ അതെ, 60-ന് 63,000. അത് രണ്ടും കൂടെ ആയിട്ട് 1,20,000. നീ തല കുത്തി ഇറങ്ങുന്നേ. ദൈവം നോക്കിയ കണ്ണാ. ഓ എലി. മൃഗശാലയിൽ വന്നിട്ട് ഒരു എലി എങ്കിലും കണ്ടല്ലോ പൂപ്പു. എവിടെ വന്നു? അമ്മ കണ്ടില്ലല്ലോ നമ്മുടെ വീട്ടിലെ എലിയെ. എലി ഇവിടെ വളർത്തുന്നതാണോ? എലിയുണ്ട്. അടിക്കുവോ നമ്മളെ? നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. വെള്ളിമുങ്ങ ഞാനൊന്നും കാണുന്നില്ല. എനിക്ക് കണ്ണ് കാണാൻ ഇവിടെ മേളി മുട്ടി വരണം. അമ്മ ബാബ അപ്പാന്നോ? വേണോ അപ്പ? അപ്പം തന്നെ കുറേ കടന്ന് നമ്മൾ അത്യാവശ്യം ക്ഷീണിച്ചു. ഇവിടെ ഒരു കഫേ ഉണ്ട്, ചില ചേച്ചിമാർ നടത്തുന്നത്. അവിടെ നമുക്ക് ചായയും കോഫിയും എല്ലാം കിട്ടും, സ്നാക്സൊക്കെ. അതൊക്കെ കഴിക്കാം. ബേർഡ്സിൻ്റെ സെക്ഷനൊക്കെ തീരുവാണ്. ഇനി അവിടെ കടുവയും പുലിയൊക്കെ ഉള്ള കാർണിവേഴ്സിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. സ്നാക്കൊക്കെ ഒന്ന് കഴിച്ചിട്ട് അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ. പുലിയുടെ വാല കണ്ട അനങ്ങുന്നുണ്ട് അവിടെ. വേറെ പുലി വരുന്നുണ്ട്. ഒരു പട്ടിണി പോലെ പുലിയാണ് തോന്നുന്നു. എവിടെ? കുഞ്ഞു ബേബി പുലി ഉണ്ടായി കണ്ടോ? അത് അപ്പുറത്ത് മമ്മി പുലിയുണ്ട്, ഡാഡി പുലിയുണ്ട്. ഇതാണ് കുഞ്ഞു പുലി. എന്താ തിന്നുന്നേ? ഇറച്ചിയാണോ? കണ്ടോ? ഇറച്ചി തിന്നു കണ്ടോ? പശുവിനെയാണോ കടിക്കുന്നത്? ആണോ? ഡാഡി പുലിയാണോ അത്? മമ്മി പുലിയാണ്ട്. അവിടെ വാവയൊക്കെ ഉണ്ടായിട്ട് മമ്മി പുലി ക്ഷീണിച്ച് അതിൽ നടക്കുക കണ്ടോ? വാവ ഇറച്ചി തിന്നുക. വാവ പാലല്ലേ ഇട കുടിക്കുന്നേ? ഇറച്ചിയാണ് തിന്നുന്നേ കുഞ്ഞു വാവ. എന്താ പാല് കുടിക്കാത്തെ? പാലിഷ്ടല്ലേ? ആണോ? അയ്യോടാ, കുഞ്ഞു പുലികൾ പാല് കുടിക്കൂടാ. ഇത് ഇച്ചിരി ബിഗായി, അതാ ഇത് ഇറച്ചിയൊക്കെ തിന്നുന്നത് കേട്ടോ. കുഞ്ഞു ബേബി പുലികളും പാലാണ് കുടിക്കുന്നത് കേട്ടോ. മമ്മിയുടെ ബുബൂട്ടിയും ദേവൂട്ടിയും കുഞ്ഞിലെ പാലല്ലേ കുടിക്കുന്നേ. കുടിക്കുന്നത് കണ്ടോ? അതേ നോക്കടാ, മോളിൽ കയറുന്നടാ. കണ്ടോ? ഇച്ചിരി ബിഗ് അല്ലേ? ഇച്ചിരി ബിഗ് ഉണ്ട്. മമ്മി പുലി വരുന്ന കണ്ടോ? ടൈഗറാ കേട്ടോ. അത് വൈറ്റ് ടൈഗറാടാ. വൈറ്റ് ടൈഗറാ. അതെ, വൈറ്റ് ടൈഗർ. അതേ ഉറങ്ങും, അതിന് ക്ഷീണമാണ്. കണ്ടോ? മമ്മിയിലാണ്. അത് ഉറങ്ങുക കണ്ടോ? ഡാഡി ടൈഗറാ. അമ്മയ്ക്ക് ദേഷ്യം വരുമോ? അപ്പേ കാക്കയെല്ലാം ലയൻ്റെ ഇറച്ചിയൊക്കെ തിന്നുക. ലയൺ അമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ.
എന്താടാ അപ്പ എവിടെ പോയടാ ലൈൻ്റെ? അപ്പൊ വേറെ വീട്ടില്ല. വേറെ വീട്ടിൽ പോയോ? ഉപേക്ഷിച്ച് പോയോ? ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടടാ. ആണ്ടാ ഇരിക്കുന്നത് കണ്ടാ? എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. എൻ്റെ അടുത്ത് എന്താ കിടപ്പുണ്ടോ കണ്ടോ? തലയാണോ? അറിയില്ല, ടൈഗർ ആണെന്ന് അറിയത്തില്ല. നോക്കണം. ലയണ. അമ്മ തേന്റെ ലൈൻ അമ്മ ഉറങ്ങി. ആ ലയൺ അമ്മ ഉറങ്ങി. ബാ ഇതാണോ? ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് വലിയ വണ്ണമില്ലാത്ത വൈറ്റ് കളർ അടിക്കും. എൻ്റെ നടക്കുന്നത് കണ്ടോ? ആ അമ്മ അത് കടിച്ച് തിന്ന വരുവേ. അങ്ങോട്ട് പോകല്ലോ. അങ്ങോട്ട് പോയാൽ കടിച്ച് തിന്നും. എൻ്റെ നടക്കുന്നുണ്ട്. അതിന് ദേഷ്യം വരുന്നുണ്ട് കണ്ടോ? ആന്ന് വെക്കും ഇപ്പം. ലൈന് തയ വഴക്കുണ്ടാക്കാൻ ലൈന് വരുവോ? ആണോ? ലയണും ടൈഗറും വഴക്കുണ്ടാക്കുമ്പോൾ റൈനോ വരും കേട്ടോ. ലൈനോ വരൂ. എന്നിട്ട് പിന്നെ പിക്കു വരൂ. പിപ്പോയും വരും. ഹിപ്പോപ്പൊട്ടാമസ് ആണ് കേട്ടോ ഈ പിപ്പോ. അന്ന് തയ ലൈൻ ചത്തുപോവോ? ഹിപ്പോ ആണോ കൊല്ലുന്നേ? ഇപ്പോൾ ലൈനോ കൊല്ലില്ല. റൈനാണ് കൊല്ലുന്നത്. ശരി, ലൈനൊക്കെ കൊമ്പുണ്ട്. ഇങ്ങോട്ട് വരാൻ പറ. വാവ്, കണ്ടു പുപ്പു, സൂപ്പറാ അല്ലേ? തയ കിളി പിടിക്കുവേ. കിളിയെ പിടിക്കാൻ പോവാണോ? ടൈഗറിന് കിളിയെ തിന്നിട്ട് എന്താ ആവാനാടാ? ടൈഗർ കുളിക്കാൻ പോവാടാ. കണ്ടോ? പിന്നെ ചൂടെടുക്കുമായിരിക്കും. അണ്ണ എനിക്ക് പോയി കിടക്കുന്നു. ഉറങ്ങുവാണോടാ? കുളിക്കാൻ പോവാണോടാ? അത് കുഴിക്കുവേ. എടാ ടൈഗറിന് കുളിക്കാൻ സോപ്പ് ഉണ്ടോടാ? സോപ്പില്ല. എന്താ സോപ്പില്ലാതെ? സോപ്പ് ഇത് ഇല്ല. അയ്യോ, എന്നിട്ട് ബുബു സോപ്പ് കൊണ്ട് കൊടുക്കാമോ? ബുബുവിൻ്റെ സോപ്പ് വേണ്ട. വേണ്ടേ? എന്നാ ബുബു പോയി കുളിപ്പിക്കേ. ചെല്ല്. അമ്മ ടോഫിയെ കുളിപ്പിക്കുന്ന പോലെ ബുബു പോയി ടൈഗറിനെ കുളിപ്പിച്ചിട്ട് വാ. വേണ്ട. തയ എന്താ കടിക്കോ? ആണോ? കടിക്കുവോ? നേരത്തെ തയ കിളി നോക്കോ? കിളിയെ നോക്കുവാടോ? ആണോ? തയക്ക് കിളി ഇഷ്ടമാ. ഇഷ്ടമാണോ? എന്തിനാ ടൈഗറിന് കിളിയെ? തയക്ക് ഈ കിളി തിന്നോ? എടാ നിന്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിക്കടാ. നീ എന്താടോ പറയുന്നത്? ഈ ടൈഗറിനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ടൈഗർ നിന്നെ നോക്കുക. ഞാനൊക്കെ പേടിച്ചു പോയി. ഇത് സെറ്റാക്കി നിർത്തിയേക്ക് കേട്ടോ. ദേ പേടിച്ചോടാ. പാവല്ലേ കണ്ണാ? ഈ ടൈഗറിന് ദേഷ്യമില്ല. ഈ ടൈഗർ പാവമാണ് അല്ലേ? അതേ അപ്പൂപ്പൻ ടൈഗർ. അതിന് ഭയങ്കര ദേഷ്യം. പൂവിന് ഇറച്ചി വേണോടാ? ഇറച്ചി വേണോ നിനക്ക്? നമുക്ക് കറി വെക്കാം. ഈ തയ എഴിച്ച് തിന്നുവേ. തയ നിന്റെ ദേഷ്യം വരുവോ? ടൈഗറിന് ദേഷ്യം വരുമോ? ആണോ? ഈ എഴിച്ച് എടുക്കാം. കാണാൻ രസം. തല ബ്ലാക്ക് കിട്ടുന്നു. എന്തോ എന്തോ ബുബു ബുബു നോക്കടാ. ബുബു നോക്കടാ. എന്തോ ഉണ്ടാവൂടാ. കണ്ടോ? അതായേ മുട്ടയെല്ലാം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക. കണ്ടോ? കൊള്ളാമോ അത്? നീ കണ്ടോ മുട്ടയെ പിടിച്ചിരിക്കുന്നേ? മുട്ട കണ്ടോ? ബുബു എന്തിനേലും കണ്ടോ? ഇത് കടിക്കുമല്ലേ താ? ബുബുട്ട മാഷ എന്തിയേ? മാഷ കഴിച്ചോ? ഈ ബേറോ? മാഷയുടെ ഫ്രണ്ട് അല്ലേ ബേറ്? എന്താ പിന്നെ ബേരെന്തി? ബേർ വാവ്.
ഈ ബെയറിനെ കാണാൻ ഒരു ഭംഗിയില്ല. ഇതിനെ കാണാനല്ല. എടാ മോനെ, ഡൈനോസോർ ഒന്നും ഇല്ല. ഡൈനോസോറൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചത്തുപോയി. സ്വന്തമുള്ള ബെയർ തോണ്ട. ഞാനിപ്പോ എവിടുന്ന് ഡൈനോസോറിനെ കൊടുക്കാനുണ്ട് എന്റെ ദൈവമേ. ഈ ബെയറിനെ കാണാനാണ്. ഈ ബെയറാണ് മാഷയുടെ ബെയർ. കുടിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ആ ബെയറിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞം 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 എന്തോ തിന്നു. ആ ബ്ലാക്ക് ബെയർ മാഷയോട് വഴക്കുണ്ടാക്കുന്നല്ലേ? അയ്യോ, അത് തക്കട് കൊണ്ടുപോവാ. നല്ല ബെയർ. കാണിക്കുന്നതിന് പിണങ്ങിയിരിക്കും. എന്തേടാ ആമ? എവിടെ? ആ ആ ആ നക്ഷത്രം. ആ അത് ഉറങ്ങട്ടെ. നിന്നെ പോലെയുള്ള പിള്ളേരുടെ ശല്യം കാരണം ആമ ഉറങ്ങും. അവന് വിചാരം നമ്മൾ വീട്ടിൽ പോവാന്നാ. നമ്മൾ ഒത്തിരി നേരം കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇരുന്നാലോ നേരം. ലൈൻ ഉണ്ടോ അവിടെ? അയ്യോ, ആ എന്തിയാ മറ്റേതെന്ത്? ആ ആ ശരി. ഓ ജിവാസ് അല്ല, ജിറാഫ്. ജിവാസോ? ഇവിടെ ജിവാസ് ഇല്ലടാ. അത് മൈസൂർ മാത്രമേ ഉള്ളൂ ജിവാസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ജിവാസ്? എത്ര വലുതായെന്ന് തോന്നുന്നല്ലേ? ബിഗ് ഹിപ്പോ കണ്ടോ? ഹിപ്പോ എടുത്ത് പോണോ? ബൂബുന് അങ്ങോട്ട് പോണോ? പൂ പോയിട്ട് വാ, തൊട്ടിട്ട് വാ. ഇതെന്തുവാ? ആ വയറ്റ്, അത് കൊക്ക. ഉറങ്ങും ഉറങ്ങും. എവിടെ എവിടെ ഉറങ്ങുന്നത്? അത് ബേബി ഹിപ്പോ എടാ, ബേബി. അതിനെ കണ്ടോ? പിങ്ക് കളർ കണ്ടോ? അത് ബേബിയാ. അപ്പൊ ഇന്നാള് വന്നപ്പോ ഇത് കുഞ്ഞായിരുന്നു. ഓ അങ്ങോട്ടും ഇങ്ങോട്ട് മുഖത്തോട്ട് പോകുന്ന നോക്കി നിൽക്കുക. അയ്യോ, അത് അപ്പൂപ്പനാന്ന് തോന്നി ഇവിടുത്തെ. അപ്പൂപ്പൻ നടക്കാൻ പോലും വയ്യ. അയ്യോ എന്തൊരു വണ്ണോ അല്ലേ? എന്തൊരു വണ്ണാടെ അപ്പൂപ്പ, എന്ത് ബിഗ്ഗാടാ. കുഞ്ഞോ? ഞാൻ പറഞ്ഞില്ല അത് പക്ഷെ ഇപ്പൊ വലുതായി. ഈ ജീവി വലുതാവുന്നല്ലേ, അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൂപ്പൻ എഴഞ്ഞെഴഞ്ഞ് ഇവിടെ വരെ വന്നിട്ടുണ്ട്. നമുക്ക് അപ്പൂപ്പൻ ഇനി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമായിരിക്കും. എടോ ഇത് ഭയങ്കര വഴക്കാളി കേട്ടോ ഈ നിൽക്കുന്നവനെ. ഇവനെ റെഡിയായി നിൽക്കുക, ആരെങ്കിലും എന്നോട് വഴക്കിടാൻ വരെ. വന്ന് കടിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ. ഈ വഴി പോ, ഈ വഴി പോ, ഈ വഴി പോ, ആ വഴി പോ. ഓടിക്കോ. ഇപ്പൊ എൻ്റെ ഇതേനെ വഴക്കാളികളെല്ലാം അപ്പുറത്തോട്ട് പോയി. അതിൻ്റെ പുറകെ നടന്നങ്ങ് വഴക്കുണ്ടാക്കുവാണേ. അതേ അമ്മാവൻ ഇതിലേക്ക് പോകുന്നുണ്ട്. അമ്മാവൻ പിപ്പോ. ഇതിവിടുത്തെ ഏറ്റവും തക്കിടി മുണ്ടൻ കണ്ടോ? വൃത്തിയായിട്ടൊരു ജീവിയല്ലേ കേട്ടോ, ഒരു ഭംഗിയില്ല കാണാൻ. എൻ്റെ പല്ല് കണ്ടോ? ചെവി കണ്ടോ? എന്നെ ചെറിയ ചെവിയാ. വാല് നോക്കി, വാലിന് മറ്റേ ആനയുടെ വാലിൻ്റെ തുമ്പത്തെ രോമം ഉള്ള പോലെ കണ്ട രോമം. അപ്പൂപ്പൻ ഇപ്പൊ വെള്ളം കുടിക്കുന്നില്ല അല്ലേ? വെള്ളത്തിൽ കിടക്കുന്നൊന്നുമില്ല, ഇതാ ഏറ്റവും വലുത്. ഈ നടന്നു വരുന്നത്. ദേവു, ദേവു പിപ്പയെ കണ്ടോടാ? പിപ്പോ
ആ അപ്പം വെള്ളത്തിൽ കയറി. ഇപ്പോൾ ടാറ്റ, നമുക്ക് പോവാം, നമുക്ക് ചായ കുടിക്കാൻ പോവാം. ബുബുവിന് ഹിപ്പോപ്പൊട്ടാമസിനെ വിട്ടിട്ട് വരേണ്ട യാതൊരു ഇതുമില്ല. ബുബു ഇങ്ങനെ വന്നേ, ബുബുട്ടാ ഇങ്ങ വാ, മതിയടാ. ആണോ? അതെ, ഇതാണ് കൃഷ്ണമൃഗം. അത് മ്ലാവാണോ ഇത്? ഇടയ്ക്ക് നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടു. അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. വെള്ളമെല്ലാം കുടിച്ച് അവിടെ ഇരുന്നു. എന്താ ഈ പണ്ട് എന്നെ വിട്ട് മാറുന്നില്ലല്ലോ, അങ്ങനെ പറ. ഗാന്ധർവത്തിനകത്ത് പറയുന്ന പോലെ. നിങ്ങളാരാ? പൂവോ? നിങ്ങളുടെ ദേഹത്തുനിന്ന് മറ്റേ ഇത് മാറാതിരിക്കാൻ തേനീച്ച. ഈ മാൻ കൊള്ളാം അവിടെ, സൂപ്പറാണോ? കാലമാനെ കണ്ടോ? കൊമ്പ് കണ്ടോ? പട്ടി പോലത്തെ ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ പട്ടി മാത്രമാണ് കുരയ്ക്കുന്നത്, മാൻ കുരയ്ക്കത്തില്ല. മനസ്സിലായോ? എന്ത് വലിയ മരങ്ങളാ ഇതൊക്കെ അല്ലേ? ഞാൻ നേരത്തെ എന്താ നിന്നെ കാണിച്ചു വൈറ്റ് കളർ കണ്ടടാ, കണ്ണാ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. എന്താടാ? ബ്രൗൺ ഉണ്ട്, വൈറ്റും ഉണ്ട് അല്ലേ? അതിന്റെ കൊമ്പ് കണ്ടോടാ, വൈറ്റിന്റെ ബിഗ് വൈറ്റിന്റെ കൊമ്പ് സൂപ്പറാ അല്ലേ? ദൈവ നോക്കിയ കണ്ണാ, പുള്ളിമാനെ കണ്ടോടാ, നല്ല ഭംഗിയുണ്ട് അല്ലേ? നോക്ക്, ബ്ലാക്ക് ബ്രൗൺ വൈറ്റ് ഉണ്ട്. ബാബു അബു സലീമാണിത്, അബു സലീം. എവിടെ? അത് വരാത്ത എന്റെ മുഖത്തിട്ട് അടിക്കുന്നു. എന്നെ പൊന്നാ വരാൻ പറ. എന്താ പൊന്നാ കക്ക? ഇത് ഓസ്ട്രിച്ച് അല്ലടാ മോനെ, ഇത് റെപ്റ്റൈൽസിനെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ മൊബൈൽ ഫോട്ടോഗ്രാഫി പറ്റില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ എടുത്തിട്ടില്ല. അത് നല്ല രസമാണ്. അവിടെ അനാക്കൊണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. ആ പാമ്പിനെ കാണാൻ പോകും. ചെയ്യാതെ പുലിയാണ് പിന്നെ, പുലി ഉറങ്ങുവാടാ. ഇതാ പുലി, നീ ഉറങ്ങുവാടാ. ഞങ്ങൾ സൂന്നെല്ലാം ഇറങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട് അക്വേറിയത്തിലൊന്നും കയറി കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, കുറച്ചുള്ളത് നല്ല രീതിയിൽ അവർ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ഗ്ലാസ്സിലൊന്നും തൊട്ടുവിടാം, അങ്ങനെയാണ്. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ലീവിനെയും കൊണ്ട് ആ പ്ലേ ഏരിയയിലൊക്കെ ഞങ്ങളൊന്ന് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇതെന്തോ? കൈ പിടിക്കല്ലേ?
കുഞ്ഞിനും കുത്തുന്നേ എല്ലാ പേരൻസും ഇവിടെ ഉണ്ട് കേട്ടോ, മക്കളുമായിട്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ആ റൈഡ്സിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലൊക്കെ കയറി കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി സന്തോഷമൊക്കെ ആയി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ യാത്രയെല്ലാം കഴിഞ്ഞ് 7:45 വീട്ടിൽ വന്നു കേട്ടോ. ഈ ഡോറ് തുറക്കുമ്പോഴേ ടോഫിയുടെ സ്നേഹം കാണിച്ചു തരാമേ. അവൻ ഇത്ര നേരം നമ്മളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി അവൻ്റെ സ്നേഹമാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. കേറടാ, ചാടാതരാ, കേറിപ്പോ.